നമുക്ക് കുറച്ച് കൂന്തളാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നാക്കിയെടുക്കാം. ചെറിയ കൂന്തളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് പറിച്ച് കളയണം. ഇത് തലയും ഉടലും രണ്ടാക്കി എടുക്കണം. അതിങ്ങനെ വലിച്ചാൽ കിട്ടും. ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് ഉണ്ടാവും. അതും ഇങ്ങോട്ട് വലിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉൾഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് ചെറിയ കണവയാണ്. അപ്പോൾ ഇതിൻ്റെ മഷിയൊക്കെ ചെതറിയിട്ട് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇനി ഇതിങ്ങനെ കഷ്ണം മുറിച്ചെടുക്കണം. എന്തെങ്കിലും പലകേൻ്റെ മുകളിൽ വെച്ച് കഷ്ണം മുറിച്ചാൽ മതി. ഇതിൻ്റെ തലഭാഗം എടുക്കും, പക്ഷേ ഇത് വലുതിൻ്റെ എടുക്കുള്ളൂ. ഇത് തീരെ ചെറുതാണ്, അതുകൊണ്ട് ഇത് എടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ തലഭാഗം എടുക്കുന്നില്ല കേട്ടോ. ഉടൽ മാത്രം അങ്ങനെ നമ്മൾ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ ചെറിയ കണവയാണ്. അപ്പോൾ അതിൻ്റെ തല അങ്ങനെ അത്ര ഇറച്ചില്ല തലയിലൊന്നും. പിന്നെ ഈ ഉടലൊക്കെ നന്നാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളത്തെ മഷിയൊക്കെ അങ്ങ് പോകുന്നു. മുറിക്കുമ്പോൾ മഷിയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയൊന്നും എടുത്തിട്ടില്ല. അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. വിസിലടിക്കുക. ഒരു 3-4 വിസിലടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിടാം കേട്ടോ. അപ്പോൾ ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളി വേണം, 2 തക്കാളി വേണം, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇത് നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നമ്മളൊന്ന് ചതച്ച് വെച്ചതാണ്. ഇനി നമുക്ക് തക്കാളി. ഇത് നല്ല മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച തക്കാളിയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തിരി വിഷം ഉണ്ടാവുമല്ലോ. അപ്പം ഇത് തക്കാളി നമ്മൾ തോല് കളഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം കൊച്ചുള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വാടണം. ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമണം മാറട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് കുറച്ച് കൂന്തൽ നമ്മൾ വേവിച്ചത് കൊണ്ട് കുറച്ച് ഉപ്പ് മതി. ഇതൊന്ന് നമ്മൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതേ ഉള്ളി വാട്ടിയതൊക്കെ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കൂന്തൽ പുഴുങ്ങിയത്, കുക്കറിലിട്ട് പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ. തോല് കളഞ്ഞെടുത്ത തക്കാളിയുടെ ജ്യൂസാണ്. ഇനി ഈ മിക്സി കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വിറകടുപ്പിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അതാ വെള്ളമൊക്കെ ആക്കി നമ്മൾ ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി അടച്ച് വെക്കണം. ഇനി നമ്മൾ നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ അവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. കറി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ തിളച്ചാൽ നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് തിളക്കട്ടത്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. താങ്ക് യു.